ഈ മാസമായിട്ട് പഠിക്കുന്നവരെല്ലാ മൂലയിലും ആൾക്കാർക്ക് അവർക്ക് എത്താൻ പറ്റില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ പഞ്ചായത്തിൽ ചെന്ന് ബോധവൽക്കരണ ക്ലാസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എന്തൊക്കെ ടെക്നോളജി ഉണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് പകർന്നു കൊടുക്കാനാണ് ഞങ്ങൾ ഈ ഒരു കേന്ദ്ര സർക്കാരും അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും വളർക്കടയിൽ പോയി വളം മേടിക്കുന്നു, കീടനാശിനി മേടിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ ടെക്നോളജികൾ കൃഷിക്കാരെ എത്തിക്കുക. ജാതിക്കാണെങ്കിലും തെങ്ങിനാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും വാഴയ്ക്കാണെങ്കിലും പൊടിക്കാണെങ്കിലും ഏതെങ്കിലും ഇല്ല. അപ്പൊ ഇങ്ങനത്തെ വിളകളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. പക്ഷെ ആദ്യം നമുക്ക് ഈ ഔദ്യോഗികമായി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ ക്ഷണിക്കും. ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പറഞ്ഞല്ലോ, ആദ്യ കാര്യങ്ങൾ പറഞ്ഞു. അതായത് കൃഷി വിജ്ഞാന കേന്ദ്രത്തെ കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് കർഷകർക്ക് മനസ്സിലാക്കാൻ. കാരണം നമ്മളെ സംബന്ധിപ്പോൾ എനിക്ക് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവം. ഞാൻ പിന്നെ അധികമായിട്ട് കൃഷികളൊന്നും ശ്രദ്ധിക്കാറില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. എങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഞാൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവർക്ക് ഇടുക്കി ജില്ല ആയതുകൊണ്ട്, പറഞ്ഞതുപോലെ ഇടുക്കി ജില്ല ആയതുകൊണ്ട് എല്ലാവർക്കും അവിടെ പോയി ഇത് അതിനെപ്പറ്റി അറിയാൻ പറ്റില്ലാത്തത് കൊണ്ട് അവർ നമുക്ക് ഓരോ പഞ്ചായത്തുകൾ തോന്നും. ആദ്യം 29-ാം തീയതി മുതൽ ജൂലൈ 12-ാം തീയതി വരെയാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് ഡേറ്റ് കിട്ടിയത് ഈ ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ്. നമ്മളെ സംബന്ധിച്ച് കർഷകരെ സംബന്ധിച്ച് 2 മണി സമയം എന്ന് പറഞ്ഞാൽ പശു കറക്കുന്ന ഒരു ഇതാണ്. അതാണ് ഏറ്റവും ഞാൻ പലരെ വിളിക്കുമ്പോൾ പറഞ്ഞ അയ്യോ ആ സമയത്ത് പശു കറക്കാൻ എൻ്റെ വാട്ടിൽ തന്നെ ഒരുപാട് ജാതിക്ക് നമ്മളെ കമ്പ് ഉണങ്ങിയിട്ട് മൊത്തം ഒഴിച്ചാടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ജാതി നെടുപ്പിന്റെ ഭാഗത്തുനിന്ന് അഴകിയിട്ട് ജാതി ചാടി പോകുന്നുണ്ട്. 2 മൂന്നാമത് പിഞ്ച് ജാതി പൊട്ടിച്ചാടി പോകുന്നു. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോഷക മൂലകമായി സെയിം ബോറോണിന്റെ അഭാവമാണ്. അപ്പൊ ജാതിക്ക് വേണ്ടി സെയിം ഞങ്ങൾ നേരത്തെ പറയായിരുന്നു പൊട്ടാഷ് ഒരു ജാതിയിൽ 1, പൊട്ടാഷ് ഒരു